അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ എടുക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് ഭാഗങ്ങളാണ്. എല്ലാവരും ക്ലാസ് നന്നായി കാണുക, മനസ്സിലാക്കുക. ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ചൈനീസ് റെവല്യൂഷനാണ്. അപ്പോൾ നിങ്ങൾ ചൈനീസ് റെവല്യൂഷൻ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഒരു ഇൻട്രോ ആയിട്ട് ഏതൊരു റെവല്യൂഷൻ എഴുതുകയാണെങ്കിലും ഒരു ഇൻട്രോ കൊടുക്കണം. അപ്പോൾ ഇത് എഴുതുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ ചൈനീസ് റെവല്യൂഷൻ എഴുതിയിട്ട് ഇൻ ദി 20th century ചൈന വിറ്റ്നസ്ഡ് റെവല്യൂഷൻസ് അഗെയിൻസ്റ്റ് ദി ഫോറിൻ റൂൾ ആൻഡ് മൊണാർക്കി. 20ാം നൂറ്റാണ്ടിൽ ചൈന എന്തിനൊക്കെ സാക്ഷ്യം വഹിച്ചു? പലതരം വിപ്ലവങ്ങൾ. എന്തിനെതിരെ? വിദേശ ആധിപത്യവും അതുപോലെ തന്നെ രാജഭരണത്തിനെതിരെ 20ാം നൂറ്റാണ്ടിൽ. അപ്പം ഇൻ ദി 20th century ചൈന വിറ്റ്നസ്ഡ് റെവല്യൂഷൻസ് അഗെയിൻസ്റ്റ് ദി ഫോറിൻ റൂൾ ആൻഡ് മൊണാർക്കി. അപ്പോൾ ഇത് ഫസ്റ്റ് പോയിൻ്റായിട്ട് എഴുതുക. അതിന് ശേഷം ദ കൊളോണിയൽ പവേഴ്സ് ഓഫ് യൂറോപ്പിലെ കൊളോണിയൽ പവേഴ്സും അതുപോലെ തന്നെ ആൻഡ് അമേരിക്ക അഡോപ്റ്റഡ് പോളിസീസ് ഇൻ ചൈന. അമേരിക്കയും പല പോളിസീസ് ചൈനയിൽ നയങ്ങൾ ചൈനയിൽ കൊണ്ടുവന്നു. അതും ഡിഫറെൻറ്റ് ഫ്രം ദി വൺസ് ദേ ഹാഡ് ഇംപ്ലിമെൻറ്റ് ഇൻ ദി കോളനീസ് ഓഫ് അതർ പാർട്സ് ഓഫ് ദി വേൾഡ്. അവർ ലോകത്തിൻ്റെ പല ഭാഗത്തും കൊണ്ടുവന്ന നയങ്ങൾക്ക് പോളിസികൾക്ക് നിന്നും വളരെ വ്യത്യാസമുള്ള 2 പോളിസീസാണ് അവർ ചൈനയിൽ കൊണ്ടുവന്നത്. ഏതൊക്കെയായിരുന്നു അത്? ഒപ്പിയം ട്രേഡും ഓപ്പൺ ഡോർ പോളിസിയും. അപ്പോൾ നിങ്ങൾ എന്താ ഫസ്റ്റ് ചെയ്തത്? ഇൻ ദി 20th century ചൈന വിറ്റ്നസ്ഡ് റെവല്യൂഷൻസ് അഗെയിൻസ്റ്റ് ദി ഫോറിൻ റൂൾ ആൻഡ് മൊണാർക്കി. ദ കൊളോണിയൽ പവേഴ്സ് ഓഫ് യൂറോപ്പ് ആൻഡ് അമേരിക്ക അഡോപ്റ്റഡ് പോളിസീസ് ഇൻ ചൈന ഡിഫറെൻറ്റ് ഫ്രം ദി വൺസ് ദേ ഹാഡ് ഇംപ്ലിമെൻറ്റ് ഇൻ ദി കോളനീസ് ഓഫ് other parts of the world. They were opium trade and open door policy. അപ്പോൾ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിക്കുക. 20ാം നൂറ്റാണ്ട് മുതൽ 20ാം നൂറ്റാണ്ട് സമയത്ത് ചൈന പല റെവല്യൂഷൻസിലും പല വിപ്ലവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു. അതും എന്തിനെതിരായിട്ടുള്ള വിപ്ലവങ്ങൾ? വിദേശ ആധിപത്യവും രാജഭരണവും. മൊണാർക്കി എന്ന രാജഭരണം എന്നാണ്. പിന്നെ അതുമല്ല കൊളോണിയൽ പവേഴ്സ്, യൂറോപ്പിലെ കൊളോണിയൽ പവേഴ്സും അതുപോലെ അമേരിക്കയും പല നയങ്ങളും ചൈനയിൽ കൊണ്ടുവന്നു. അതും അവർ ലോകത്തിൻ്റെ മറ്റു പല കോളനികളിലും കൊണ്ടുവന്ന നയങ്ങളിൽ വളരെ വ്യത്യാസമായിരുന്നു കൊണ്ടുവന്നത്. ഏതൊക്കെയായിരുന്നത്? ഒപ്പിയം ട്രേഡും ഓപ്പൺ ഡോർ പോളിസിയും. അപ്പോൾ ഇത് നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ഭാഗത്തോട്ട് പോകാം. പിന്നെ നിങ്ങൾ എഴുതാണ്ട് ഒപ്പിയം ട്രേഡ് എന്താ, അതുപോലെ തന്നെ ഓപ്പൺ ഡോർ പോളിസി എന്താണെന്ന്. ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു പോയിൻറ്റ്സ് ആയിട്ട് തോന്നുന്നുണ്ടാവാം. അപ്പോൾ ഇത് ഓരോ പോയിൻ്റായിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഞാൻ വേണമെങ്കിൽ എൻ്റെ നോട്ട് ഡിസ്ക്രിപ്ഷനിലിടാം. ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നതാണ്. ആദ്യം പോയിൻ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒപ്പിയം ട്രേഡ് ചെയ്തിട്ട് ചൈനീസ് സിൽക്ക്, ടീ ആൻഡ് എർത്ത് ആൻഡ് വെയർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് ഓൾ ഓവർ യൂറോപ്പ്. ചൈനീസ് സിൽക്കിനും അതുപോലെ തന്നെ തേയില, ടീ എന്ന തേയില, അതുപോലെ തന്നെ എർത്ത് ആൻഡ് വെയർ എന്ന നമ്മൾ ചെരുപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ വളരെ വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നു യൂറോപ്പിലെ പല ഭാഗത്തും. അപ്പോൾ ചൈനീസ് സിൽക്ക്, ടീ ആൻഡ് എർത്ത് ആൻഡ് വെയർ വെർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് ഓൾ ഓവർ യൂറോപ്പ്. യൂറോപ്പിൽ പല ഭാഗത്തും നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു. ചൈന ഗെയിൻഡ് ഹ്യൂജ് പ്രോഫിറ്റ് ത്രൂ ദി എക്സ്പോർട്ട് ഓഫ് ദീസ് ഐറ്റംസ്. ചൈന വളരെ വലിയ ലാഭം ചൈനയ്ക്ക് കിട്ടിയിരുന്നു ഇതിൻ്റെ കയറ്റുമതിയിലൂടെ. അപ്പോൾ അവർക്ക് വളരെ വലിയ ലാഭം കിട്ടിയിരുന്നു, കാരണം ഇതിന് നല്ല ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ ഇതിന് അസൂയപ്പെട്ട, കാരണം എന്താ, യൂറോപ്പിൽ നിന്നൊന്നും ഇങ്ങോട്ട് തരില്ല. ദർ വാസ് നത്തിങ് ടു ഇമ്പോർട്ട് ടു ചൈന ഫ്രം യൂറോപ്പ്. യൂറോപ്പിൽ ഒന്നും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാനില്ല. ആസ് എ റിസൾട്ട്, ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ദ യൂറോപ്യൻ ട്രേഡേഴ്സ് സഫേർഡ് എ ഗ്രേറ്റ് ലോസ്. അവർക്ക് വലിയൊരു നഷ്ടം സംഭവിച്ചു, കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യില്ല, എല്ലാം അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ ഓരോ പൈസ പോകും, അവർക്കൊന്നും വരുമാനം കിട്ടില്ല. ആസ് എ റെമഡി ഫോർ ദിസ് ലോസ്, ഈ നഷ്ടത്തിന് പരിഹാരമായിട്ട് ദ ബ്രിട്ടീഷ് ട്രേഡേഴ്സ് ഇമ്പോർട്ടഡ് ഒപ്പിയം എന്ന് പറഞ്ഞൊരു ഇൻടോക്സിക്കൻ്റ് ചൈനയ്ക്ക് ബ്രിട്ടീഷ് ട്രേഡേഴ്സ് ഇറക്കുമതി ചെയ്തു. അത് എന്താ സംഭവിച്ചത്? ദിസ് അഫക്റ്റഡ് ദി ചൈനീസ് ട്രേഡ് ആൻഡ് ഇറ്റ്സ് കൺസംപ്ഷൻ മെയ്ഡ് ദി ചൈനീസ് പീപ്പിൾ മെൻ്റലി ഇംബാലൻസ്ഡ്. ഇത് ചൈനീസ് ട്രേഡിനെ ബാധിക്കുകയും അതുപോലെ തന്നെ ഇതിൻ്റെ ഉപയോഗം ചൈനീസ് പീപ്പിളിനെ, അതായത് ചൈനയിലെ ആൾക്കാരെ മാനസികമായി തകർക്കുകയും ചെയ്തു. ദിസ് അഫക്റ്റഡ് ദി ചൈനീസ് ട്രേഡ് ആൻഡ് ഇറ്റ്സ് കൺസ്യൂംഷൻ മെയ്ഡ് ദി ചൈനീസ് പീപ്പിൾ മെൻ്റലി ഇംബാലൻസ്ഡ്.
ഇറ്റ് റിസൾട്ടഡ് ഇൻ എക്കണോമിക് ആൻഡ് മെൻ്റൽ സബ്ജുഗേഷൻ ഓഫ് ദി ചൈനീസ്. ഇതെന്തിന് കാരണമായി? എക്കണോമിക്കും അതുപോലെ തന്നെ മെൻ്റൽ സബ്ജുഗേഷൻ, ചൈനീസിലെ മെൻ്റൽ സബ്ജുഗേഷനൊക്കെ കാരണമായി. അപ്പോൾ ഒപ്പിയം ട്രേഡ് പറഞ്ഞാൽ എന്താ? ചൈനീസ് സിൽക്ക്, ടീ ആൻഡ് എർത്തൻ വെയർ വെയർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് ഓൾ ഓവർ ദി യൂറോപ്പ്. ചൈനീസിൻ്റെ സിൽക്കിനും ടീക്കും എർത്തൻ വെയറിനൊക്കെ വളരെ വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നു യൂറോപ്പിൽ. അങ്ങനെ ചൈന ഗെറ്റ് ഹ്യൂജ് പ്രോഫിറ്റ് ത്രൂ ദി എക്സ്പോർട്ട് ഓഫ് ദീസ് ഐറ്റം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒക്കെ കയറ്റുമതിയിലൂടെ ചൈന വളരെ വലിയ ലാഭം കിട്ടിയിരുന്നു. ദർ വാസ് നത്തിങ് ടു ഇമ്പോർട്ട് ടു ചൈന ഫ്രം യൂറോപ്പ്. പക്ഷേ യൂറോപ്പിൽ നിന്ന് ഒന്നും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാനില്ല. ആസ് എ റിസൾട്ട്, ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് യൂറോപ്യൻ ട്രേഡേഴ്സ് സഫേർഡ് എ ഗ്രേറ്റ് ലോസ്. വലിയ നഷ്ടമുണ്ടായി. ആസ് എ റെമഡി, ഇതിനൊരു പരിഹാരമായിട്ട് ഫോർ ദിസ് ലോസ്, ദ ബ്രിട്ടീഷ് ട്രേഡേഴ്സ് ഇമ്പോർട്ടഡ് ഒപ്പിയം, ഈ ഇൻടോക്സിക്കൻ്റ് ടു ചൈന. ചൈനയ്ക്ക് ഒരു ഇൻടോക്സിക്കൻ്റായ ഒപ്പിയം അവർ ഇറക്കുമതി ചെയ്തു. ദിസ് എഫക്റ്റഡ് ദി ചൈനീസ് ട്രേഡ് ആൻഡ് ഇറ്റ്സ് കൺസ്യൂംഷൻ മെയ്ഡ് ദി ചൈനീസ് പീപ്പിൾ മെൻ്റലി ഇംബാലൻസ്ഡ്. ഇത് ചൈനീസ് ട്രേഡിനെ ബാധിക്കുകയും ചൈനീസ് പീപ്പിൾ ഇത് ഉപയോഗിച്ചിട്ട് അവരുടെ മാനസിക ആരോഗ്യം തകരുകയും ചെയ്തു. ഇറ്റ് റിസൾട്ടഡ് ഇൻ എക്കണോമിക് ആൻഡ് മെൻ്റൽ സബ്ജുഗേഷൻ ഓഫ് ദി ചൈനീസ്. ഇത് അവരുടെ സാമ്പത്തികവും മാനസികവുമായ തകർച്ചയ്ക്ക് കാരണമായി. അതാണ് ഒപ്പിയം ട്രേഡ് പറഞ്ഞത്. പിന്നുള്ളത് ഓപ്പൺ ഡോർ പോളിസിയാണ്. By the end of the 19th century, several European countries acquired privilege in China. പല യൂറോപ്യൻ കൺട്രീസും 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തേക്ക് ചൈനയിൽ അവരുടെ ട്രേഡ് പ്രിവിലേജസ് ട്രേഡ് ഇത് കൊണ്ടുവന്നു, അക്വയർ ചെയ്തു. അമേരിക്ക കുഡ് നോട്ട് അക്വയർ ദിസ് പ്രിവിലേജ്. ഇത് അമേരിക്ക കൊണ്ടുവന്നില്ല. കാരണം എന്താ? ആസ് ഇറ്റ് വാസ് നോട്ട് കൺസേൺഡ് ചൈന ഇൻ ദാറ്റ് ടൈം. അവർ ചൈനയെ അങ്ങനെ ഇതാക്കിയിരുന്നില്ല ആ സമയത്ത്. ടു അക്വയർ പ്രിവിലേജ്, അങ്ങനെ പ്രിവിലേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ജോൺ ഹേ, ദെൻ ദി സ്റ്റേറ്റ് സെക്രട്ടറി ഓഫ് USA, പിന്നെ വന്ന സ്റ്റേറ്റ് സെക്രട്ടറി, USA സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേ പ്രോക്ലെയിംഡ് ഓപ്പൺ ഡോർ പോളിസി, അതായത് ഓപ്പൺ ഡോർ പോളിസി മുന്നോട്ട് വെച്ചു. എന്താണ് ഈ പോളിസി പ്രകാരം? ആസ് പെർ ദിസ് പോളിസി, അമേരിക്ക ആർഗ്യൂഡ് ഫോർ ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ കൺട്രീസ് ഇൻ ചൈനീസ് മാർക്കറ്റ്. ചൈനീസ് മാർക്കറ്റിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അതുപോലെ തന്നെ അധികാരവും വേണം എന്ന്, അവസരങ്ങളും വേണമെന്ന് അമേരിക്ക ആർഗ്യൂ ചെയ്തു ഈ ഓപ്പൺ ഡോർ പോളിസിയിലൂടെ. ചൈന വാസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് റീജിയൻസ്. ചൈന അങ്ങനെ പല ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തു. ടു ബി കൺട്രോൾഡ് ബൈ സെവറൽ അല്ലെങ്കിൽ സെർട്ടൻ കൺട്രീസ്. അപ്പോൾ ഡിഫറെൻറ്റ് കൺട്രീസ് ആയിരുന്നു അത് ഭരിച്ചിരുന്നത്, പല റീജിയനാക്കി മാറ്റിയതിനു ശേഷം. ഇത് അവരങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇതിൻ്റെ മെയിൻ എയിം എന്തായിരുന്നു? ദ മേജർ എയിം ഓഫ് ദിസ് റെവല്യൂഷൻ the major aim of this policy was to create a opportunity for the USA to interfere in China. ചൈനയിൽ ഇൻ്റർഫിയർ വേണ്ടി അവർക്കൊരു അവസരം ഉണ്ടാക്കുക എന്നായിരുന്നു ഈ പോളിസിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്, എയിം. അതൊക്കെ പറയാം, ഒബ്ജക്റ്റീവ് എയിമൊക്കെ പറഞ്ഞ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത്രയാണ്, ഇത് രണ്ടാണ്. ഇതിൻ്റെ ഒരു നോട്ട് ഇതങ്ങനെ ചെറുതാക്കിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഇനി ചൈനീസ് റവല്യൂഷനെ കുറിച്ചാണ് പറയേണ്ടത്, എങ്ങനെയാണ് ചൈനീസ് റവല്യൂഷനിലേക്ക് വന്നതെന്നൊക്കെ ഇത് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ നോട്ട് ഞാൻ അടിയിലിടാം. ദ മഞ്ചു ഡൈനാസ്റ്റി ഇൻ ചൈന ഫേവേർഡ് ദി ഫോറിൻ ഇൻ്റർഫിയറൻസ് ആൻഡ് ഡോമിനേഷൻ. ഫോറിൻ, അത് വിദേശ രാജ്യങ്ങളുടെ ഇടപെടലുകളും അവരുടെ ഡോമിനേഷനൊക്കെ, അതൊക്കെ ചൈനയിലുള്ള മഞ്ചു ഡൈനാസ്റ്റിയാണ് ഒരു വിഭാഗം. അത് സമ്മതിച്ചു, അല്ലെങ്കിൽ അവർ അതിന് അനുമതി കൊടുത്തു. ഇതിനെതിരായിട്ട് സം സീക്രട്ട് ഓർഗനൈസേഷൻസ് ഇൻ ചൈന റിവോൾട്ടഡ് അഗെയിൻസ്റ്റ് ദിസ് ഇൻ 1900, അല്ലെങ്കിൽ 1900 പല രഹസ്യ ഓർഗനൈസേഷൻസും ഇതിനെതിരായിട്ട് സമരം ചെയ്തു. ദ എംബ്ലം ഓഫ് ദീസ് റെവല്യൂഷൻസ്, അല്ലെങ്കിൽ ദീസ് ഓർഗനൈസേഷൻസിൻ്റെ എംബ്ലം എന്തായിരുന്നു? ബോക്സേഴ്സ് ഫിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ദിസ് ഈസ് നോൺ ആസ് ബോക്സർ റിബിലിയൻ. ബോക്സേഴ്സ് ഫിസ്റ്റ് പറഞ്ഞല്ലേ, നമ്മളെ ഈ കൈ ഇങ്ങനെ ഇത് ചുരുട്ടി പിടിക്കൂലേ, അതാണ്, ആ ചിഹ്നമാണ്,
തംസപ്പിൻ്റെ ഒക്കെ ഇല്ലേ അങ്ങനത്തെ ആ ചിഹ്നം അതിനാണ് ബോക്സേഴ്സ് ഫിസ്റ്റ് പറയുക. അതായത് ഓരിങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനത്തെ അതാണ് ബോക്സേഴ്സ് ഫിസ്റ്റ്. അതായിരുന്നു അവരുടെ എംബ്ലം. അപ്പോൾ ദ മഞ്ജു ഡൈനാസ്റ്റി ഇൻ ചൈന ഫേവേർഡ് foreign interventions and domination. Some secret organization revolted against this in 1900. The emblem of this organization was Boxer's Fist. So this is known as Boxer Rebellion. അതുകൊണ്ടാണ് ഇതിനെ ബോക്സർ റിബല്യൻ വിളിക്കുന്നത്. ദ റിബല്യൻ വാസ് ഫെയിലിയർ. ഈ റിബല്യൻ അല്ലെങ്കിൽ ഈ റെവല്യൂഷൻ അല്ലെങ്കിൽ ഈ അവരുടെ ചെറുത്തുനിർപ്പ് അല്ലെങ്കിൽ അവരുടെ ഈ റെബല്യൻ അത് എന്താ പറയുക വിജയകരമായില്ലെങ്കിലും ദിസ് റെബല്യൻ സ്റ്റിമുലേറ്റഡ് ഓൾ അതർ റെവല്യൂഷൻസ് ഓൾ ഓവർ ദി വേൾഡ്. ഇൻ ദി ചൈനയിൽ വന്ന പിന്നെ എല്ലാ റെവല്യൂഷൻസിനെയും ഇത് എന്താ പറയുക ഒന്ന് ഉന്മേഷം നൽകി, സ്റ്റിമുലേറ്റ് ചെയ്തു. ഇൻ 1911 അനദർ റെവല്യൂഷൻ ടുക്ക് പ്ലേസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഡോക്ടർ സൺ യാൻസൻ. സൺ യാൻസൻ്റെ ലീഡർഷിപ്പിൽ അധീനതയിൽ അല്ലെ അധികാരത്തിൽ വേറൊരു റെവല്യൂഷൻ ഉണ്ടായി. എന്തിനെതിരെ? മഞ്ജു ഡൈനാസ്റ്റിക്കെതിരെ തന്നെ. ദിസ് എൻഡേഡ് മൊണാർക്കി ഇൻ ചൈന. ഇത് ചൈനയിൽ ഉണ്ടായിരുന്ന രാജഭരണത്തെ ഇല്ലാതാക്കി. ആഫ്റ്റർ ദിസ് റെവല്യൂഷൻ, ഈ റെവല്യൂഷന് ശേഷം ദ കുമിങ്താങ് പാർട്ടി ഉണ്ടല്ലോ ചൈനയിലുള്ള, എസ്റ്റാബ്ലിഷ്ഡ് എ റിപ്പബ്ലിക്കൻ ഗവൺമെൻറ് ഇൻ സദേൺ ചൈന അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് സൺ യാൻസൻ. സൺ യാൻസൻ്റെ അധികാരത്തിൽ ഒരു റിപ്പബ്ലിക് ഗവൺമെൻറ്റിനെ രൂപീകരിച്ചു ആര്? കുമിങ്താങ് പാർട്ടി. ഈ സൺ യാൻസൻ്റെ മെയിൻ ഐഡിയോളജീസ് എന്തൊക്കെയായിരുന്നു? നാഷണലിസം, ഡെമോക്രസി, സോഷ്യലിസം. അതിൻ്റെ വിശദീകരിച്ച അടിയിൽ പറയുന്നുണ്ട് നാഷണലിസം ഐഡിയോളജീസ് ഓഫ് സൺ യാൻസൻ. നാഷണലിസം ടു എക്സ്പെൽ ദി മഞ്ജു ഡൈനാസ്റ്റി ആൻഡ് ഇമ്പീരിയൽ പവേഴ്സ്. സാമ്രാജ്യത്വ ശക്തികളെയും അല്ലെങ്കിൽ ഇമ്പീരിയൽ പവേഴ്സിനെയും അതുപോലെ തന്നെ മഞ്ജു ഡൈനാസ്റ്റിയും ഒഴിവാക്കുക, പുറം തള്ളുക. അതായിരുന്നു നാഷണലിസം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്. പിന്നെ ഡെമോക്രസി ടു എസ്റ്റാബ്ലിഷ് ഡെമോക്രാറ്റിക് റൂൾ, അതൊരു ജനാധിപത്യ ഭരണം കൊണ്ടുവരിക. സോഷ്യലിസത്തിലൂടെ അദ്ദേഹം എന്താ ഉദ്ദേശിച്ചത്? ടു കൺട്രോൾ ക്യാപിറ്റൽ, തലസ്ഥാനം കൺട്രോൾ ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ലാൻഡ് ഈക്വലി, എല്ലാവർക്കും തുല്യ സ്ഥലങ്ങൾ കൊടുക്കുക. പിന്നെ അദ്ദേഹം എന്തൊക്കെ തീരുമാനിച്ചേ? he decided to nullify the unjust treaties signed with the foreign countries. അതായത് വിദേശ രാജ്യങ്ങളുമായി സൈൻ ചെയ്തിട്ടുള്ള ആവശ്യമില്ലാത്ത ഉടമ്പടികൾ അല്ല അൺജസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റികളൊക്കെ റദ്ദാക്കുക. ന്യൂളിഫൈ എന്ന് പറഞ്ഞാൽ റദ്ദാക്കുക. he decided to nullify all the unjust treaties signed with the foreign countries. പിന്നെ wanted to maintain equality. അദ്ദേഹം തുല്യത നിയന്ത്രിക്കാൻ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അതും വെസ്റ്റേൺ കൺട്രീസിൽ. ദ കുമിങ്താങ് റിപ്പബ്ലിക് അഡോപ്റ്റഡ് മെഷേഴ്സ് ഫോർ ദി കുമിങ്താങ് റിപ്പബ്ലിക് ഉണ്ട്. എന്തൊക്കെ പലതരം വഴികൾ വന്നു അഗ്രികൾച്ചറിലും ഇൻഡസ്ട്രിയിലൊക്കെ വളരാൻ വേണ്ടിയിട്ട്. ദ കുമിങ്താങ് റിപ്പബ്ലിക് അഡോപ്റ്റഡ് സെവറൽ മെഷേഴ്സ് ഫോർ ദി പ്രോഗ്രസ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. ചൈന റിസീവ്ഡ് അസിസ്റ്റൻസ് ഫ്രം റഷ്യ ഇൻ വേരിയസ് ഫീൽഡ്. പല വിഭാഗങ്ങളിലും ചൈനയ്ക്ക് റഷ്യയിൽ നിന്നുള്ള എന്താ പറയുക സഹായങ്ങൾ കിട്ടി. ആൻഡ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാസ് ഫോംഡ്. അങ്ങനെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായി. ഇൻ ദി ബിഗിനിങ്, തുടക്കത്തിലൊക്കെ കുമിങ്താങ് ആൻഡ് കമ്മ്യൂണിസ്റ്റസ് കോപ്പറേറ്റഡ് വിത്ത് ഈച്ച് അതർ. ബട്ട് ദിസ് കോപ്പറേഷൻ വാസ് ഡിസ്റ്റർബ്ഡ്. എപ്പോഴാണ് ഈ സഹകരണം ഇല്ലാതെയത്? ഇതിനൊരു വിള്ളൽ വന്നത് ചിയാങ് കൈഷക് ബിക്കെയിം ദി ഹെഡ് ഓഫ് ദി റിപ്പബ്ലിക്കിൻ്റെ ഹെഡായിട്ട് ചിയാങ് കൈഷക് വന്നു. എങ്ങനെ? ഫോളോയിങ് ദി ഡെത്ത് ഓഫ് സൺ യാൻസൻ മരിച്ചതിന് ശേഷം. അപ്പോഴാണ് ഈ സഹകരണത്തിനൊരു വ്യത്യാസം വന്നത്. അപ്പോൾ ഇത്രയാണ് ചൈനീസ് റെവല്യൂഷൻ ഇത്രയാണ് പറഞ്ഞത്. പിന്നെയുള്ള നമുക്ക് എങ്ങനെയാണ് ഇവർ റിപ്പബ്ലിക് ആയതിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞാൽ ശരിയാവും. അത് ലാസ്റ്റ് ഒന്നുകൂടി പറയാം. പിന്നെ നമുക്ക് പറയാനുള്ളത് റിപ്പബ്ലിക്കൻ ബിക്കംസ് പ്രോപ്പർ. ഇത് മൊത്തം ഒന്നും പഠിക്കേണ്ട. അത് ഞാൻ ഒരു ചെറിയ നോട്ട് അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അത് നോക്കണം, എന്നിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും മാക്സിമം കാണണം. നമുക്ക് ക്ലാസ്സിലോട്ട് ഇനി റിപ്പബ്ലിക് ബിക്കംസ് പോപ്പുലർ. എങ്ങനെയാണ് ഇവർ റിപ്പബ്ലിക് ആയത്, അല്ല ചൈന എങ്ങനെ റിപ്പബ്ലിക് ആയതിനെ കുറിച്ച് ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ അതിൻ്റെ പകുതിയെ പഠിച്ചിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ തല മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, വാലും പഠിക്കണ്ടേ. നോക്കാം. ചിയാങ് കൈഷക് ഇവിടെ അസർട്ടൈൻ്റെ ഉള്ളതിന് സ്റ്റാർട്ടർ എന്ന് വേണം കൊടുക്കട്ടോ. ഇപ്പോൾ ഇവിടെ ഇതില്ലെങ്കിൽ ഇവിടെ ഇതിന് പകരം സ്റ്റാർട്ടർ എന്ന് കൊടുക്കുക.
ചിയാങ് കൈഷക് സ്റ്റാർട്ടഡ് മിലിറ്ററി ഓട്ടോക്രസി ഇൻ ചൈന. ചിയാങ് കൈഷക്ക് ചൈനയിൽ മിലിറ്ററി ഓട്ടോക്രസി എന്ന ഏകാധിപത്യം കൊണ്ടുവന്നു തുടങ്ങി. ഹി ഗേവ് ഓപ്പർച്യൂണിറ്റി ഫോർ ദി ഫോറിൻ പവേഴ്സ് ഇൻക്ലൂഡിങ് അമേരിക്ക ടു ഫ്രീലി ഇൻ്റർഫിയർ ഇൻ ചൈന. ചൈനയിൽ ഫ്രീലി അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് ഇടപെടാൻ അമേരിക്കയും അതുപോലെ ഫോറിൻ പവേഴ്സിനെയും അതായത് പല ഫോറിൻ വിദേശ രാജ്യങ്ങളെയും അദ്ദേഹം അതിനുള്ള അവസരങ്ങൾ കൊടുത്തു. ആൻഡ് പിന്നെ അതുമല്ല ഡിഡ് നോട്ട് കോപ്പറേറ്റ് വിത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ഒരു സഹകരണവും ഇല്ലാതെ. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പോൾ അവർക്ക് എന്തായാലും ഒന്ന് എന്താ പറയുക ഫീൽ ചെയ്യേ. പിന്നെ അതുമല്ല കോൾ ആൻഡ് അയേൺ ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ ബാങ്കിങ്, ഫോറിൻ ട്രേഡ്, ഇതൊക്കെ ഓൾ കൺട്രോൾഡ് ബൈ ഫോറിൻ പവേഴ്സ്. അതായത് കൽക്കരി, അപ്പോൾ മലയാളം പറയേണ്ട ആവശ്യം എന്നാലും പറയാം, ഇരുമ്പ് നിർമ്മാണ കേന്ദ്രങ്ങൾ, ബാങ്കിങ്, അതുപോലെ തന്നെ നമ്മളെ ഈ ഫോറിൻ ട്രേഡ്, വിദേശ ട്രേഡ്, ഇതൊക്കെ ഫോറിൻ പവേഴ്സ് ആയിരുന്നു, ഫോറിൻ കൺട്രീസ് ആയിരുന്നു കൺട്രോൾ ചെയ്തിരുന്നത്. ദ കമ്മ്യൂണിസ്റ്റ്സ് വർ ബ്യൂച്വലി സപ്രസ്ഡ്. അവർ അടിച്ചമർത്തപ്പെട്ടു കമ്മ്യൂണിസ്റ്റ്സ്. ആ സമയത്താണ് ഒരു എന്താ പറയുക പവർഫുൾ പ്ലേസസ് ഫ്രം പവർഫുൾ പ്ലേസസ് എന്ന് പറയുക പവർഫുൾ പീപ്പിൾ കം ഫ്രം പവർഫുൾ പ്ലേസസ് എന്ന് പറഞ്ഞ പോലെ നമ്മളെ മാവോ സേതങ് ഇങ്ങനെ അരങ്ങിലേക്ക് ഇങ്ങനെ കയറി വരികയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ ഹെഡായിട്ട്. അറ്റ് ദാറ്റ് ടൈം മാവോ സേതങ് കം ടു ദി ലീഡർഷിപ്പ് ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അദ്ദേഹം എന്താ ചെയ്തത്? ഹി സ്റ്റാർട്ടഡ് ഇൻ 1934 he started a journey from Jiangxi in South China and ended in Yan'an in northwestern China. അവർ ജേണി തുടങ്ങി ഇതിന് എതിരായിട്ട്. ത്രൂ ഔട്ട് ദി ജേണി, ഈ സഞ്ചാരത്തിൽ, ഈ യാത്രയിലുടനീളം കണ്ട ദേ സീസ്ഡ് ഓൾ അഗ്രികൾച്ചർ ലാൻഡ്സ് ആൻഡ് വില്ലേജസ് ഫ്രം ദി ലോഡ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദാറ്റ് ടു ദി ഫാമേഴ്സ്. അവർ ആ ഉടനീളം കണ്ട എല്ലാ കൃഷി ഭൂമികളും വില്ലേജസും ഒക്കെ പിടിച്ചടക്കിയിട്ട് അതായത് ജന്മിമാരിൽ നിന്ന് പിടിച്ചടക്കിയിട്ട് ഫാമേഴ്സിന് കൊടുത്തു. ദ ജേണി കവേർഡ് അറൗണ്ട് 12,000 കിലോമീറ്റേഴ്സ്. ഇവരെ ജേണി 12,000 കിലോമീറ്ററോളം കവർ ചെയ്തതാണ്. അത്രയും അവർ സഞ്ചരിച്ചു. സോ ദിസ് ഈസ് നോൺ എസ് ലോങ് മാർച്ച്. അതുകൊണ്ടാണ് ഇതിനെ ലോങ് മാർച്ച് എന്ന് വിളിക്കുന്നത്. വെൻ ദി റെഡ് ആർമി ഓഫ് മാവോ സേതങ് ക്യാപ്ചർഡ് ദി സെൻറ്റർ ഓഫ് കുമിന്താങ്ങിൻ്റെ കേന്ദ്രം പിടിച്ചടക്കിയതോടെ ചിയാങ് കൈഷക് ഉണ്ടല്ലോ, ചിയാങ് കൈഷക് ആഡ് ടു സീക്ക് പൊളിറ്റിക്കൽ അസലം ഇൻ തൈവാൻ. അസലം എന്ന് പറഞ്ഞാൽ എന്താണ്? അഭയം തേടുക, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അഭയം തേടേണ്ടി വന്നു, രാഷ്ട്രീയ അഭയം. ചിയാങ് കൈഷക് ആഡ് ടു സീക്ക് പൊളിറ്റിക്കൽ അസലം ഇൻ തൈവാൻ. അങ്ങനെ ചൈന ബിക്കെയിം ദി പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈന ഇൻ October 1, 1949 അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് മാവോ സേതങ്ങിൻ്റെ ലീഡർഷിപ്പിൽ അവർ ഇതായി. എത്രയാണ് പറയുന്നത്? ഇതിൻ്റെ ചെറിയ നോട്ട് ഞാൻ തരാം. ഇത്രയോട് ചൈന റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഈ വീഡിയോ മൊത്തം കണ്ടിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ് നിർത്താം. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. ബൈ.